ഭൂതലത്തിലെ ഒരേ ഉയരമുള്ള സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോണ്ടൂർ ലൈനുകളെക്കുറിച്ച് സാമൂഹ്യ പാഠപുസ്തകത്തിൽ പഠിച്ചുവല്ലോ. ഇവിടെ ക്വാണ്ടം GIS തുറന്നിട്ട് നമുക്ക് കോണ്ടൂർ ലൈനുകൾ ഉൾക്കൊള്ളിച്ച ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സയൻസ് എന്നതിന് നേരെ ക്വാണ്ടം GIS തുറക്കുന്നു. ഇനി ചെയ്യുന്നത് ക്വാണ്ടം GIS തുറന്നതിന് ശേഷം ലെയർ, ആഡ് വെക്ടർ ലെയർ ക്രമത്തിൽ കോണ്ടൂർ ലൈനുകൾ ഉൾക്കൊള്ളിച്ച കോണ്ടൂർ ഷേപ്പ് എന്ന ഫയൽ തുറക്കണം. ഇവിടെ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ലെയർ എന്നതിന് നേരെ ആഡ് വെക്ടർ ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ സോഴ്സ് കണ്ടെത്തുവാൻ വേണ്ടി ഇവിടെ ബ്രൗസ് ചെയ്യുന്നു. ഏത് ഫയലാണോ തുറക്കേണ്ടത് അത് കണ്ടെത്തുവാൻ വേണ്ടി ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. കോണ്ടൂർ SHP എന്ന ഫയലാണ് തുറക്കേണ്ടത്. കോണ്ടൂർ SHP എന്ന ഫയൽ തുറക്കുന്നു. ഇനി ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ആ ഫയൽ തുറന്നു വന്നു. ഇനി അടുത്ത പ്രവർത്തനം, പാളിയുടെ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ലേബൽസ് എന്ന തലക്കെട്ടിൽ ഉള്ള ലേബൽസ് ഇൻ ദിസ് ലെയർ വിത്ത് എന്നതിൽ എലിവേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തു നോക്കാം. ഇവിടെ ഇപ്പോൾ കോണ്ടൂർ എന്നുള്ള പാളി ഇതാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ലേബൽ ദിസ് ലെയർ വിത്ത് എന്നതിൽ ഇടത് ഭാഗത്ത് ശ്രദ്ധിക്കുക. അവിടെ ടിക്ക് മാർക്ക് ഇല്ല. ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ കോംബോ ബോക്സിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അതിൽ എലവേഷൻ സെലക്ട് ചെയ്യാനാണ് ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എലവേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഓരോന്നിന്റെയും അളവുകൾ എഴുതി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് റാസ്റ്റർ അനാലിസിസ് DEM ടെറൈൻ മോഡൽസ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ റാസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അനാലിസിസ് എന്നതിന് നേരെ DEM ടെറൈൻ മോഡൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ജാലകത്തിലെ ഇൻപുട്ട് ഫയൽ DEM റാസ്റ്ററിൽ കോണ്ടൂർ ഫോൾഡറിലെ കോണ്ടൂർ ASC എന്നത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ ഇൻപുട്ട് ഫയൽ സെലക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ കോണ്ടൂർ ASC എന്ന ഫയലാണ് പറഞ്ഞിട്ടുള്ളത്. കോണ്ടൂർ ASC എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ അതിവിടെ ഓപ്പൺ ആയി വന്നു. ഇനി ഔട്ട്പുട്ട് ഫയലിന് ഒരു പേര് കൊടുക്കുക. അപ്പൊ ഇവിടെ അതിന് യോജിച്ച ഒരു പേര് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രോസസിംഗ് കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് കാണുന്നു. ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ത്രിമാന രൂപത്തിലുള്ള ഒരു ചിത്രം പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി ഈ ത്രിമാന ഭൂപടത്തിന്റെ ചിത്രം പ്രിന്റ് കമ്പോസർ മുഖേന ആവശ്യമായ വിവരങ്ങൾ ചേർത്ത് പ്രിന്റ് എടുത്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. പ്രിന്റ് എടുക്കുന്നതിനുള്ള പ്രവർത്തനക്രമങ്ങൾ നോക്കാം. ഇവിടെ ടൂൾ ബോക്സിൽ നിന്ന് ന്യൂ പ്രിന്റ് കമ്പോസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനൊരു പേര് കൊടുക്കുന്നു. AC1 എന്ന് തൽക്കാലം പേര് കൊടുത്തു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ആഡ് ന്യൂ മാപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ചിത്രം ഇവിടെ പ്രത്യക്ഷമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ലേബൽ കൊടുക്കേണ്ടതുണ്ട്. ലേബൽ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ആഡ് ന്യൂ ലേബൽ എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എവിടെയാണോ ലേബൽ കൊടുക്കേണ്ടത് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ QGIS എന്ന പേരിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം QGIS എന്നാണ് കാണുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേര് അവിടെ ചേർക്കാം. QGIS എന്നത് മായ്ച്ചു കളഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം.
ഇനി അതിൽ ഫോണ്ടിന്റെ പ്രത്യേകതകൾ മാറ്റണമെങ്കിൽ ഇവിടെ ഫോണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹെഡിങ്ങിന് വലിപ്പം കൂട്ടണമെങ്കിൽ കുറച്ച് വലിപ്പം കൂട്ടി കൊടുക്കാം, 20 കൊടുക്കാം. ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ കൊടുത്ത ലേബൽ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി അതുപോലെ ആഡ് ന്യൂ ലെജൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്കൊരു ലെജൻഡ് കൊടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തു. ലെജൻഡിനും ഇതുപോലെ നമുക്ക് ആവശ്യമായ പേര് കൊടുക്കാം. ഫോണ്ട് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആവശ്യമായ ഫോണ്ട് സൈസ് കൊടുക്കാം. സബ് ഗ്രൂപ്പ് ഫോണ്ട്, ഗ്രൂപ്പ് ഫോണ്ട്, ഐറ്റം ഫോണ്ട് എന്നിങ്ങനെ ആവശ്യമായത് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അതെല്ലാം ചെയ്തതിന് ശേഷം ഇത് പ്രിന്റ് എടുത്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പോസർ എന്നതിൽ എക്സ്പോർട്ട് ആസ് PDF, എക്സ്പോർട്ട് ആസ് SVG എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളും ഉണ്ട്. അതിന് താഴെ പ്രിന്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഫോമാറ്റുകൾ അനുസരിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുവാനും കഴിയും. ഇവിടെ ഇപ്പോൾ പ്രിന്റ് എന്നതിൽ കൊടുക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രിന്റർ ഘടിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത് ഫയലിലേക്ക് സേവ് ചെയ്യുകയാണ്. അതിന് പ്രിന്റ് എന്ന് കൊടുക്കുന്നു. ഹോമിൽ ഇപ്പോൾ അത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. പ്രിന്റ് എന്നുള്ള പേരിൽ ഹോം പരിശോധിച്ച് നോക്കാം. ഹോം തുറന്നപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതുപോലെ ഹോമിൽ കാണുന്നുണ്ട്.